എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിന്റെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇത് പ്രസന്റ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും നമസ്കാരം. നാരായണീയത്തിന്റെ മൂന്നാമത്തെ ദശകം നമുക്ക് നോക്കാം. 2 ദശകങ്ങള് പൂർത്തിയായി കഴിഞ്ഞു. അതില് തനിക്ക് ഭക്തി ഉണ്ടാവണം എന്നാണ് 2ാമത്തെ ദശകത്തില് അവസാനം പറഞ്ഞിട്ടുള്ളത്. ആ ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഒരു ദശകം എന്ന് പറയുന്നത് ശിഖരിണി എന്നു പേരായിട്ടുള്ള വൃത്തത്തിലാണ് ഉള്ളത്. ഭക്തി പ്രാർത്ഥന എന്നാണ് ഈ ദശകത്തിന്റെ പേര് പറയുക. ഭക്തി പ്രാർത്ഥന. ഭക്തി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഇതില് ഓരോരോ തരത്തിലുള്ള ഭക്തിയെക്കുറിച്ചും ഭക്തന്മാരെ കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ആദ്യത്തെ ഒരു ശ്ലോകം, അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ഭക്തന്മാര് എങ്ങനെയാണ്, അവർ ഏത് തരത്തിലാണ് വ്യവഹാരങ്ങൾ, അവരുടെ സ്വഭാവം എന്താണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അവിടെ പഠന്ത നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്ത രൂപം തേ വരദ കഥയന്ത ഗുണകഥാ ചരന്ത യേ ഭക്താ ത്വയി ഖലു രമന്തേ പരം അമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. ഇങ്ങനെയാണ് പദങ്ങൾ വരുന്നത്. അപ്പോഴ് ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ അന്വയിച്ചിട്ട് വരുമ്പോൾ വരദ എന്നുള്ള സംബോധനയാണ്. വരദ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. വരദ. വരദ എന്ന് പറഞ്ഞാൽ വരത്തെ ദാനം ചെയ്യുന്നയാളാണ് വരദൻ. വരത്തെ കൊടുക്കുന്നയാള്, വേണ്ടതിനെ കൊടുക്കുന്നയാള്. വരം എന്ന് പറഞ്ഞാല് അവനവന് വരിക്കേണ്ടത് എന്താണോ അത് വരമാണ്. ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നൊരർത്ഥമുണ്ട് വരം എന്നുള്ളതിന്. ഏതായാലും അവനവന് ആവശ്യമുള്ളത് ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരദ, ആ ആവശ്യത്തിന് തരുന്നയാളെ എന്ന് വിളിക്കുകയാണ് വരദ. ഭക്തന്മാരുടെ അഭീഷ്ടങ്ങൾ ഒക്കെ ചെയ്തു കൊടുക്കുന്ന, ഇതിപ്പം ഗുരുവായൂർ വെച്ചിട്ടുള്ളതായതുകൊണ്ട് ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയാണ്.
തേ നാമാനി പഠന്ത രൂപം സ്മരന്ത ഗുണകഥാ കഥയന്ത. ഇങ്ങനെ 3 തരത്തിലുള്ള വിഷയങ്ങൾ പറയാണ്. തേ നാമാനി പഠന്ത. തേ എന്ന് പറയുമ്പോ തവ, നിന്റെ, അങ്ങയുടെ എന്നൊക്കെ അർത്ഥം. തേ നാമാനി, നാമങ്ങൾ, അങ്ങയുടെ നാമങ്ങൾ, പഠന്ത, പഠിച്ചുകൊണ്ട്. നാമങ്ങൾ പഠിക്കുക എന്ന് പറയുമ്പോൾ ചൊല്ലുക എന്നർത്ഥം. നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്. പിന്നെയോ തേ നാമാനി പഠന്ത. പിന്നെ രൂപം സ്മരന്ത. രൂപത്തെ, രൂപം എന്ന് പറയുമ്പോൾ രൂപം തന്നെ, ആ രൂപത്തെ സ്മരന്ത, സ്മരിക്കുന്നവരായിട്ട്. സ്മരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ ആ രൂപത്തെ ഓർമ്മിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഉള്ളവരായിട്ട്. തേ നാമാനി പഠന്ത രൂപം സ്മരന്ത. പിന്നെയോ ഗുണകഥാ ഗുണകഥാ കഥയന്ത. ഗുണകഥാ, ഗുണകഥകള്. ഗുണകഥകള് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ഗുണങ്ങൾ ഒക്കെ ഉൾപ്പെടുന്നതായിട്ടുള്ള കഥകള്. ആ കഥകളെ കഥയന്ത, കഥിക്കുന്നവരായിട്ട്. കഥകളെ കഥിക്കുക, കഥകളെ പറഞ്ഞുകൊണ്ട് പറയുന്നവരായിട്ട്. ഇങ്ങനെ 3 തരത്തില് ഉള്ള ആൾക്കാരെ പറ്റിയാ പറയുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഒരാളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാര് അവരെന്ത് ചെയ്യുന്നു? കഥയന്ത തേ നാമാനി പഠന്ത. ഭഗവാന്റെ നാമങ്ങള് ചൊല്ലിക്കൊണ്ടും അങ്ങയുടെ രൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണകഥകളെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന വേറെയുണ്ട് അവരുടെ പ്രത്യേകതകൾ. പ്രമദഭരസിന്ധൗ നിപതിതാ. പ്രമദഭരസിന്ധൗ നിപതിതാ. അവര് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, ഇപ്പോ നാമങ്ങളെ ചൊല്ലിക്കൊണ്ടും രൂപത്തെ ധ്യാനിച്ചുകൊണ്ടും കഥകളെ പറഞ്ഞുകൊണ്ടും ഒക്കെ ആ പറയുന്ന സമയത്തൊക്കെ അവർക്ക് എന്താണ് അവരുടെ ഉള്ളിലുണ്ടാവുന്നത്? പ്രമദഭരസിന്ധൗ നിപതിതാ. അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരൊക്കെ ആ പ്രമദഭരമായിരിക്കുന്ന സിന്ധു, പ്രമദം, മദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മദം, ആ മദത്തെ, പ്രമദം, അതിലങ്ങ് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് അതിലൊരു മതം ഉണ്ടാവുകയാണ്. പരമാനന്ദമാകുന്ന സമുദ്രം, ആ പ്രമദഭരമായിരിക്കുന്ന സമുദ്രം, ആ ഭഗവാനെ പറ്റി ഓർക്കുന്ന സമയത്ത്, ചൊല്ലുന്ന സമയത്ത്, കീർത്തിക്കുന്ന സമയത്തൊക്കെ മനസ്സിൽ ഒരു പ്രമദം ഉണ്ടായിട്ട് അതിൻ്റെ ഭരന്തം ധാരാളമായിട്ട് ഉണ്ടായിട്ട് അങ്ങനെയുള്ള ഒരു സിന്ധു, ഒരു സമുദ്രം. ആ സിന്ധുവിൽ പ്രമദഭര സിന്ധൗ, അങ്ങനെയുള്ള ഒരു സമുദ്രത്തില് നിപതിതാ. നിപതിത എന്ന് പറഞ്ഞാൽ പതിച്ചവർ എന്നാണ് അർത്ഥം. അപ്പോ അവിടെ പതിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ മുഴുകി സഞ്ചരിക്കുന്ന എന്നർത്ഥം. ആ പരമാനന്ദ സമുദ്രത്തില് ആ നാമങ്ങള് സ്മരിക്കുന്ന സമയത്ത്, നാമങ്ങള് ചൊല്ലുന്ന സമയത്ത്, അതുപോലെ കഥകള് പറയുന്ന സമയത്ത്, രൂപം സ്മരിക്കുന്ന സമയത്തൊക്കെ മനസ്സിലൊരു പരമാനന്ദം ഉണ്ടാവുകയാണ്. ആ പരമാനന്ദം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു സമുദ്രം, ആ സമുദ്രത്തില് സഞ്ചരിക്കുന്നവരായിട്ടുള്ള പ്രമദഭരസിന്ധോ നിപതിതാ ചരന്ത, എന്നിട്ട് ചരിക്കുകയാണ്. അങ്ങനെ അതിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ആ പരമാനന്ദത്തില് വീണ് അതിലേക്ക് മുഴുകി, ചരന്ത, സഞ്ചരിക്കുന്നവരായിട്ടുള്ള ഏ ഭക്ത, യാതൊരു ഭക്തന്മാരാണോ ഉള്ളത്, ഏ ഭക്ത, അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ഭക്തന്മാര് എന്നർത്ഥം. അവര്, ആ ഭക്തന്മാര് എന്താണ് അവരുടെ അവസ്ഥ? ത്വയി ഖലു രമന്തേ, ത്വയി ഖലു രമന്തേ, ത്വയി ഖലു രമന്തേ. അവര് അങ്ങയിൽ തന്നെ, ത്വയി എന്ന് പറയുമ്പോ ത്വയി,
ത്വയി ഖലു, ത്വയി ഖലു, അങ്ങയിൽ തന്നെ, നിന്നിൽ എന്നാണ് അർത്ഥം ത്വയി എന്ന് പറയുമ്പോൾ. ത്വയി ഖലു, നിന്നിൽ തന്നെ, രമന്തേ, നിന്നിൽ തന്നെയാണല്ലോ രമിക്കുന്നത്. ആ ഭഗവാനിൽ തന്നെയാണ് അവര് രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമൂൻ പരം അഹം, അമൂൻ, അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്നവരായ അമൂൻ, അവരെ, പരം അഹം, അമൂൻ പരം, അവരെ മാത്രമാണ്, അമൂൻ പരം അഹം, അവരെ മാത്രമാണ്, അമൂൻ പരം, അവരല്ലാതെ മറ്റാരെയും ഇല്ല, വെച്ചാൽ അവരെ മാത്രമാണ്, അഹം സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻ മന്യേ, അവരെയാണ് ഞാൻ കണക്കാക്കുന്നത്. എന്താണ് അവരെ, എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സമധിഗത സർവാഭിലഷിതാൻ, അഭിലഷിതൻ, അഭിലഷിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അഭിലഷിതം, അഭിലാഷം എന്നൊക്കെ പറഞ്ഞാൽ ആഗ്രഹം. അപ്പൊ സർവ അഭിലഷിതങ്ങൾ, എല്ലാ അഭിലാഷങ്ങളും, അതെന്തായി? സമധിഗത, എല്ലാ അഭിലാഷങ്ങളും പൂർത്തിയായ, സമധിഗത, എല്ലാ അഭിലാഷങ്ങളും പൂർത്തിയായവരായിട്ട് ഈ ധന്യന്മാരെ മാത്രമാണ് ഞാൻ കണക്കാക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അവര് പരിപൂർണന്മാരാണ്. അവർക്കിനി മറ്റാഗ്രഹങ്ങൾ ഒന്നുമില്ല. കാരണം എന്താണ്? അവർക്ക് ആ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്ന സമയത്ത് അവര് പരമാനന്ദത്തിൽ മുഴുകും. അതേപോലെ ഭഗവാന്റെ രൂപം ധ്യാനിക്കുന്ന സമയത്ത് പരമാനന്ദത്തിൽ മുഴുകും. ആ ഭഗവാന്റെ കഥകള് വർണ്ണിക്കുന്ന സമയത്ത് അവര് പരമാനന്ദത്തിൽ മുഴുകും. അങ്ങനെയൊക്കെയുള്ള കുറെ ഭക്തന്മാരുണ്ട്. അവർക്ക് മറ്റൊരാഗ്രഹവുമില്ല എന്ന് ഉറപ്പാണ്. അവരെ മാത്രമാണ് ഞാൻ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയായവരായിട്ട്, പൂർത്തിയായ ഭാഗ്യവാന്മാരായിട്ട് കണക്കാക്കുന്നുള്ളൂ എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവണം എന്നാണ്. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് പഠിച്ചു നോക്കാം. പഠന്തോ, പഠന്ത, പഠൻ പഠന്തോ പഠന്ത, പഠന്ത നാമാനി, പഠന്തോ നാമാനി, പഠന്തോ നാമാനി, പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ, പ്രമദ, പ്രമദ, ഭര, ഭ ഘോഷാക്ഷരാണ്. പ്രമദഭര സിന്ധൗ, സിന്ധൗ, അവിടെ ധ എന്നുള്ളത് ഘോഷാക്ഷരാണ്. സിന്ധൗ, സിന്ധൗ, പ്രമദഭര സിന്ധൗ നിപതിതാഃ പഠന്തോ നാമാനി, പ്രമദഭരസിന്ധൗ പ്രമദഭരസിന്ധൗ നിപതിതാഃ, പ്രമദഭരസിന്ധൗ നിപതിതാഃ. അടുത്ത വരി സ്മരന്ത, അവിടെ സ്മരന്തോ എന്നാവും. സ്മരന്ത, സ്മരന്തോ രൂപം തേ, സ്മരന്തോ രൂപം തേ വരദ, സ്മരന്തോ രൂപം തേ വരദ, സ്മരന്തോ രൂപം തേ വരദ, കഥയന്തോ ഗുണകഥാ, കഥയന്തോ, കഥ, ഥ എന്നുള്ളത് അധികരമായിട്ടുള്ള അക്ഷരാണ്. കഥയന്ത, നീത്ത് ആന്നാണ്. കഥയന്ത എന്നായ പോരാ, കഥയന്ത എന്ന് തന്നെ വരണം. കഥയന്തോ ഗുണകഥ, ഥ എന്നുള്ളതും അധികരാണ്. കഥയന്തോ ഗുണകഥ, കഥയന്തോ ഗുണകഥ.
കഥയന്തോ ഗുണകഥാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്ത ചരന്തോന്നായി ചരന്തോ യേ പിന്നെ ഭക്താ എന്നാണ് അവിടെ ഭക്താ ആ വിസർഗം സകാരായിട്ട് തുവയി എന്നുള്ളതിന്റെ കൂടെ കൂടിയാണ് തുവയി തൊയി എന്ന് പോരാ, തുവയി എന്ന് തന്നെ വേണം. പിന്നെ ഭക്താ എന്നുള്ള സകാരം വിസർഗം സകാരായിട്ട് മാറിയിട്ട് ഭക്താസ്ത്വയി. പിന്നെ ഖലു അധികരാണ്, ഖലു. രമന്തേ, രമന്തേ പോരാ, രമന്തേ. ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ. ശരിക്ക് പരമമൂൻ എന്നും കൂടി ആ വരിയിലുണ്ട്. പക്ഷേ അത് ഒരു അടുത്ത വരിയിലേക്ക് കൂടി കൂട്ടിയിട്ടാണ് ആ പദം പൂർത്തിയാവുക. അമൂൻ എന്നാണ്ട്, പിന്നെ അഹം എന്നാണ് അടുത്ത വരി തുടങ്ങുക. അപ്പൊ ഇത് രണ്ടും കൂടി കൂടി വരും. പരമമൂൻ അഹം, അടുത്ത വരിയിൽ തുടങ്ങുക അഹം എന്നാണ്. ഇതില് പരമമൂൻ എന്ന് വരെ വരും. പരമമൂൻ. അഹം ധന്യാൻ മന്യേ. അഹം ധന്യാൻ, ധ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ധന്യ ധന്യാൻ മന്യേ മന്യേ. അഹം ധന്യാൻ മന്യേ. അഹം ധന്യാൻ മന്യേ. സമധിഗത, സമധി, ധി എന്നുള്ളത് ഘോഷാക്ഷരം. സമധിഗത സർവ അഭിലഷിതാൻ, സർവാഭിലഷിതാൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ ആനന്ദസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനില് മുഴുകിയിട്ട് ജീവിക്കാൻ ഇടവരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കവിഞ്ഞിട്ട് ഉള്ള ഒരു ആഗ്രഹം മനുഷ്യ ജീവിതത്തിൽ സാധിക്കാനില്ല. ഈ വിധത്തിലുള്ള ഒരു ഭക്തനായിത്തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ആ പട്ടേരിപ്പാടിന്റെ, അങ്ങനെ ഒരു സൂചനയാണ് ഇതിൽ കാണിക്കുന്നത്. പഠന്തോ നാമാനി പ്രമദഭരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അപ്പൊ സാധാരണ തന്നെ പറയാറുണ്ട്, ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇങ്ങനെ 9 തരത്തിലുള്ള ഭക്തിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 7ാമത്തെ ദശകത്തില് പറഞ്ഞിട്ടുള്ളതാണ്. പ്രഹ്ലാദൻ പറഞ്ഞ നവധാഭക്തി ആണ്. അപ്പോ അവിടെ ആ ഭക്തിയുടെ പ്രാധാന്യം, ആ ഭഗവാനെ സ്മരിച്ചാലുള്ളത്, ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ആചരിച്ചുകൊണ്ട് പോകുന്ന കുറെ ഭക്തന്മാരുണ്ട്. അങ്ങനെയുള്ള കുറെ ഭക്തന്മാര് നിലവിലുണ്ട്. അവരെയൊക്കെ ഇനി ഉദാഹരിക്കുകയാണ്. പക്ഷെ അവരെ പോലെയൊന്നും തനിക്ക് ആവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖവും കൂടി. കാരണം എന്താണ്? വാതരോഗം ബാധിച്ചിട്ടുണ്ട്. ആ ഭഗവാനെ ഭജിച്ചിട്ട് ഭജിക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം ഉണ്ട്. പിന്നെ 100 ദിവസം ആണ് ഭജിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് ഈ രോഗം ഇനിയും വർദ്ധിക്കുമോ എന്നറിയില്ല. വർദ്ധിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഈ ഭജന പൂർത്തിയാക്കാൻ സാധിക്കില്ല. അപ്പൊ മടങ്ങി പോണ്ടി വരും. അപ്പൊ അതിനുള്ള വഴി ഒരുക്കി തരണം എന്നുള്ളതാണ് അടുത്ത ഒരു
ശ്ലോകത്തിൽ പറയുന്നത്. കാരണം ഈ രോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും സാധിക്കില്ലല്ലോ. അപ്പൊ അതിനുള്ള അവസ്ഥ ഉണ്ടാക്കി തരരുത്. അപ്പൊ അത് മാറ്റിത്തരണം. അപ്പൊ രണ്ടാമത്തെ നാരായണീയത്തിലെ 3-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപ്പി അനാസക്തം സേവാരസഭരേ അപി അനാസക്തം സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ അപി അനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരു ദയാം ഭവത്പാദാംഭോജസ്മരണരസിക നാമനിവഹാൻ അഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. അപ്പൊ അവിടെ അതിന്റെ അന്വയമനുസരിച്ച് അർത്ഥം നോക്കാം. ഗതക്ലിഷ്ടം കഷ്ടം ചിത്തം. ഗതം കൊണ്ട് ക്ലിഷ്ടമായിരിക്കുന്ന, ഗതം എന്ന് പറഞ്ഞാൽ രോഗമാണ്. ഈ രോഗം വേദന, വേദന എന്നൊക്കെയുള്ള അർത്ഥമാണ് വേദന. ഗതം എന്നൊക്കെ പറഞ്ഞാൽ വേദനയാണ്. അപ്പൊ ഗതം കൊണ്ട് ക്ലിഷ്ടം, വേദന കൊണ്ട് ക്ലിഷ്ടമായിട്ടുള്ള ക്ലേശം, ഈ രോഗങ്ങളെ കൊണ്ട് ക്ലേശിക്കുന്ന ഈ രോഗം, ഗതം എന്ന് പറയുമ്പോൾ രോഗം, അതുകൊണ്ട് ക്ലേശം, വേദന, അങ്ങനെയുള്ള ഗതക്ലിഷ്ടമായിരിക്കുന്ന, എന്നിട്ട് കഷ്ടത അനുഭവിക്കുന്ന, ഗതം കൊണ്ട് രോഗം കൊണ്ട് ക്ലിഷ്ടമായിട്ട് കഷ്ടം ആയിട്ടുള്ള, കഷ്ടത അനുഭവിക്കുന്നതായ ചിത്തം. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. അങ്ങനെയുള്ള ചിത്തം, അങ്ങനെയുള്ള ഓരോരോ ചിത്തവും. പിന്നെയോ തവ ചരണസേവാരസഭരേ അപി. അങ്ങനെയുള്ള മനസ്സ് തവ അങ്ങയുടെ ചരണ സേവാരസഭരേ. ചരണം എന്ന് പറഞ്ഞാൽ കാലുകള്, നിന്തിരുവടിയുടെ തൃക്കാലുകൾ എന്നർത്ഥം. ചരണ സേവ, ചരണങ്ങളെ സേവിക്കുക. അപ്പൊ തൃക്കാലുകളെയൊക്കെ സേവിക്കുക. ആ സേവയിൽ, സേവ എന്നുള്ള ആ രസം, സേവിക്കുമ്പോൾ ഉണ്ടാവുന്ന രസം, ആ സേവ ചെയ്യുന്ന സമയത്തുള്ളതായ രസത്തെ രസഭരേ അപി, അതിനെ അനുഭവിക്കാൻ പോലും, അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും എന്നർത്ഥം. ആ ഭഗവാന്റെ പാദങ്ങള് സേവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന, പരമാനന്ദത്തെ ഉണ്ടാക്കുന്ന സംഭവം ആണ് എങ്കിലും അതിനെ അനുഭവിക്കാനുള്ള രസഭരത്തിൽ, അതിനെ അനുഭവിക്കാൻ പോലും, അനുഭവിക്കുന്നതിൽ അപി, അനുഭവിക്കുന്നതിൽ പോലും അനാസക്തം ഭവതി, ആസക്തി ഇല്ലാണ്ടായിത്തീരുന്നു എന്നർത്ഥം. അതായത് ഈ ഭഗവാനെ സ്മരിക്കുക, അതുകൊണ്ട് ഉണ്ടാവുന്ന ആനന്ദം അത് വളരെ വലുതാണ്, അതൊക്കെ അറിയാം. എന്നാലും അറിയാമെങ്കിലും ഈ രോഗം കൊണ്ട് ക്ലേശത അനുഭവിക്കുന്ന സമയത്ത് അനാസക്തം ഭവതി, അതിനെ അനുഭവിക്കാൻ തോന്നില്ല, അതിൽ ആസക്തി ഇല്ലാണ്ടായി മാറുകയാണ്. ആ ഭഗവാനെ ആസക്തി, ഭഗവാനെ അനുഭവിക്കാനുള്ള ആസക്തി ഇല്ലാണ്ടായിത്തീരുന്നു. കഷ്ടം. അതാണ് ഭവതി ബത, ഭവതി
അതിലേക്ക് ആസക്തി അങ്ങ് കുറഞ്ഞു പോവുകയാണ് രോഗം കൊണ്ട് എന്ന് പറയാം. വിഷ്ണോ ദയാം കുരു, എന്നിട്ട് വിഷ്ണോ എന്ന് വിളിക്കുകയാണ്. അല്ലയോ മഹാവിഷ്ണു, ദയാം കുരു, എന്നിലേക്ക് ദയയെ ചെയ്താലും, എന്നിലേക്ക് ദയയെ ചെയ്താലും, ദയാം കുരു. എന്നിട്ടോ അഹം ഭവത്പാദാംഭോജസ്മരണരസിക, ഞാൻ ഭവത്പാദാംഭോജം, ഭവത്ത് ഭവാന്റെ എന്നർത്ഥം. ഭവത്ത് എന്ന് പറയുമ്പോൾ ഭവതഃ ഭവാന്റെ, പാദ അംഭോജം പാദമാകുന്ന അംഭോജം, പാദം അംഭോജം എന്ന് പറഞ്ഞാൽ താമര, പാദമാവുന്ന താമര, അതായത് ആ ഭഗവാന്റെ താമര പോലെയുള്ള കാലുകൾ എന്നർത്ഥം. ആ പാദാംഭോജ, പാദമാകുന്ന അംഭോജ സ്മരണ, അതിനെ ഓർമ്മിക്കുന്ന, അതിൽ രസിക്കുന്ന, ആ പാദാരവിന്ദങ്ങളെയൊക്കെ ധ്യാനിച്ച് രസിച്ചുകൊണ്ട്, ധ്യാനിക്കുക എന്നിട്ട് രസിക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്, പിന്നെയോ നാമനിവഹാൻ ഗായം ഗായം, നാമനിവഹങ്ങളെ, നാമങ്ങള് അതിങ്ങനെ തുടർച്ചയായിട്ട് ഇടവിടാതെ നാമനിവഹങ്ങളെ, ഗായം ഗായം തുടർച്ചയായിട്ട് ഗായം ചൊല്ലിക്കൊണ്ട്, ഇടവിടാതെ പാടിക്കൊണ്ട്, കുഹജന വിജനേ വിവത്സ്യാമി, കുഹജന വിജനെ, കുഹജന എന്ന് പറഞ്ഞാല് എവിടെ എന്നറിയാത്തൊരു സ്ഥലത്ത്, ഇവിടെയല്ല വേറെ എവിടെയെങ്കിലും, കുഹജന മറ്റു വല്ലയിടത്തും എന്നർത്ഥം. കുഹ എവിടെയെന്നറിയില്ല, കുത്രജന എന്നൊക്കെ പറയുന്ന അത് തന്നെയാണ് കുഹജന. എവിടെയോ വിജനെ, ആരുമില്ലാത്ത സ്ഥലത്ത്, ആരുമില്ലാത്ത വിജനമായിട്ടുള്ള സ്ഥലത്ത്, വിവത്സ്യാമി ഞാൻ പോയിട്ട് ഇരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഈ രോഗം നമുക്ക് ആദ്യം ഇത് ഒന്ന് ചൊല്ലാൻ പഠിക്കാം. ഗദക്ലിഷ്ടം 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 കഷ്ടം, ഗദക്ലിഷ്ടം കഷ്ടം, തവ ചരണ സേവാരസഭരേപ്യനാസക്തം, ഗദക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം, ചരണസേവാരസഭരേപ്യനാസക്തം. സേവാരസ, ഭ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. സേവാരസ ഭരേ അപി, ഭരേ അപി, ഭരേപി എന്നാവും. ഭരേ അപി അനാസക്തം, അപി അനാസക്തം അവിടെയാണ് പിയ എന്നാവുക. ഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത, സേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത, ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത. വിഷ്ണോ കുരുദയാം, അവിടെ വിഷ്ണു എന്ന് കഴിഞ്ഞിട്ടൊരു ആശ്ചര്യചിഹ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്ണു എന്നുള്ളത് സംബോധനയാണെന്ന് മനസ്സിലാക്കാം. എല്ലാദിക്കിലും അങ്ങനെയല്ല, പക്ഷെ വിഷ്ണു എന്ന് സംബോധന ആയിട്ടുള്ള രൂപം ആയതുകൊണ്ട് തന്നെ വിഷ്ണോ കുരു, അവിടെ ഒന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് വിഷ്ണോ കുരുദയാം എന്ന് ചെല്ലുന്നതിന് പകരം നമ്മൾ ചെല്ലുമ്പോഴൊക്കെ വിഷ്ണോ കുരുദയാം അങ്ങനെ ചെല്ലാം. വിഷ്ണു എന്നുള്ള ഒരു സംബോധന ആയതുകൊണ്ട് തന്നെ അത് വിളിക്കുന്ന പോലെ തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ട് അനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം, അവിടെ ഒന്ന് നിർത്തി കൊണ്ട് വേണമെങ്കിൽ ഭവാന്നർത്ഥം.
ഭവത്പാദാംഭോജസ്മരണരസിക. ഭവത് ഭാവാത് ഭവത് പാദാംഭോജ 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 ഭവത്പാദാംഭോജ സ്മരണരസിക. സ്മരണരസിക അത് സ്മരണരസികോ എന്നായി. ഭവത്പാദാംഭോജ സ്മരണരസികോ നാമനിവഹാൻ അഹം. നാമനിവഹാനഹം. നാമനിവഹാനഹം ഗായം ഗായം കുഹചന. ഗായം ഗായം കുഹചന. വിവത്സ്യാമി വിജനേ. വിവത്സ്യാമി വിവത്സ്യാമി വിജനേ. വിവത്സ്യാമി വിജനേ. വിവത്സ്യാമി എന്ന് പറയുമ്പോൾ വിശേഷമായിട്ട് വസിക്കുക എന്നർത്ഥം. അത് വേറെ സ്ഥലത്ത് പോയിരിക്കണോ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഈ രോഗം അവനവന് പൂർണ്ണമായിട്ടും മാറിയിട്ട് ഈ ഗുരുവായൂർ ക്ഷേത്രത്തില് മറ്റുള്ള ഭക്തന്മാരൊക്കെ എങ്ങനെയാണോ പ്രദക്ഷിണം ചെയ്യുക, നമസ്കാരങ്ങൾ ചെയ്യുക, ഭജിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്, അതുപോലെ തനിക്കും സാധിക്കണം. അതിന് ഭഗവാന്റെ കൃപ ഉണ്ടാവണം. അപ്പൊ ചിലപ്പോ എന്ത് സംഭവിക്കും? അതിന് സാധിക്കാതെ വരും. സാധിക്കാതെ വന്നാലാണ് ഭവത്പാദാംഭോജ സ്മരണരസിക. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അതിന് സാധിച്ചോളന്നില്ല. എങ്ങനെയാണ് വേണ്ടത്? അതിന് അങ്ങ് ദയുണ്ടാവണം എന്ന് പറഞ്ഞു. ചിലപ്പോൾ എന്താ സംഭവിക്കുക? ഭവത്പാദാംഭോജ സ്മരണരസിക. അതിന് സാധിക്കാതെ ഭജനം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. അങ്ങനെ പോവേണ്ടി വന്നാൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ച് ആ പാദാംഭോജ സ്മരണ രസിക, അങ്ങനെ അതിൽ രസിച്ച് നാമം ചൊല്ലി, നാമങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് കാലം കഴിച്ചു കൂട്ടും. ഇനി ഇവിടുന്ന് പോണ്ടി വന്നാലും ഞാൻ ഈ നാമവും ജപിച്ചുകൊണ്ട് തന്നെ ശേഷകാലം വസിക്കും എന്നുള്ളതാണ് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. എന്നിട്ട് പറയാണ്, അങ്ങനെ പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമാണ്. ഇവിടുന്ന് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ സങ്കടമാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അതാണ് അതിന്റെ അവസാനം പറഞ്ഞത്, ഞാൻ അങ്ങനെ പോകേണ്ടി വരുമോ എന്ന് ചോദിച്ചത് അതാണ്. കുഹജന വിജനേ, അങ്ങനെ ഇവിടുന്ന് വിട്ട് വിജനമായിട്ടുള്ള എവിടെയെങ്കിലും പോയിരിക്കേണ്ടി വരുമോ? എന്നാലും ഞാനിത് ചെയ്യുന്നതാണ്. അങ്ങനെ പോകേണ്ടി വരരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് പറഞ്ഞു വന്നത്. ഈ ശ്ലോകത്തില് ഈ ചരണസേവ എന്നൊക്കെ പറഞ്ഞാല് ആ ഭജനയാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ ഭജന എന്നുള്ളതിനെയാണ് ചരണ സേവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ രോഗം കൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്നിരിക്കാൻ ചില സമയത്തൊക്കെ തനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഈ രോഗം എന്ന് പറഞ്ഞാല് ഈ നിസ്സാരമായിട്ടുള്ള രോഗമല്ല. രോഗം ഉണ്ട് എന്ന് മുമ്പ് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ കുറേശ്ശെ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അങ്ങനെയുള്ള പല പല രോഗങ്ങളും വിശ്വപീഡാപഹത്തി എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ താപത്രയങ്ങളെ ഇല്ലാണ്ടാക്കുക. രോഗം, ഭക്തി, ഇത് തമ്മിലുള്ള ഒരു യുദ്ധമാണ് ശരിക്കും നടക്കുന്നത്. പിന്നെ ഇനിയിപ്പോ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പൂർത്തിയായിട്ടുള്ളത്. ശ്ലോകം ചൊല്ലാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ ഗുരുദയാം. ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. ചിലതിൽ ചിലപ്പോ വിവത്സ്യാമി എന്നുള്ളതിന് പകരം വിവത്സാമി എന്നും ചിലപ്പോ കാണാൻ സാധ്യതയുണ്ട്.
വിവത്സാമി, അത് വസിക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല. അങ്ങനെയും ഒരു പാഠഭേദമുണ്ട്. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ കാരുണ്യം, ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ബുദ്ധിമുട്ടില്ലാതെ തന്നെ സാധിക്കും എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. കൃപാതേ ജാതാചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശാ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. കൃപാ തേ ജാതാ ചേത് കിം ഇവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശാ നാമ കിയതി ന കേ ലോകേ അസ്മിൻ അനിശം അയി ശോകാഭിരഹിതാ, രഹിതാ വിസർഗമുണ്ട്, ഭവദ്ഭക്താ മുക്താ സുഖഗതിം അസക്താ വിദധതേ. അപ്പോ ഇതിന്റെ അന്വയം അനുസരിച്ചുള്ള അർത്ഥം നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതൊന്ന് ചൊല്ലിപ്പഠിക്കാം, എന്നിട്ടാവാം. കൃപാതേ ജാതാചേത് കൃപാതേ ജാതാചേത് കിമിവ നഹി ലഭ്യം തനുഭൃത. കിം ഇവ, കിമിവ നഹി ലഭ്യം തനുഭൃതാം, കിമിവ നഹി ലഭ്യം തനുഭൃതാം, കിമിവ നഹി ലഭ്യം തനുഭൃതാം. കൃപാതേ ജാതാചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശ ഔഘ പ്രശമന ദശാ നാമ കീർത്തി. മദീയ ക്ലേശൗഘ പ്രശമന ദശ എന്ന ഒറ്റ പദമാണ്. അതിലടങ്ങിയ ഓരോരോ പദങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. മദീയ ക്ലേശ ഓഘ ഔഘ, ക്ലേശ ഔഘ, ക്ലേശൗഘ പ്രശമന ദശ, ദശാ പ്രശമന ദശ, ഔഘ പ്രശമന ദശ, ക്ലേശൗഘ പ്രശമന ദശ, മദീയ ക്ലേശൗഘ പ്രശമന ദശ. മദീയ ക്ലേശൗഘ പ്രശമന ദശ നാമ കിയതി. മദീയ ക്ലേശൗഘ പ്രശമന ദശ നാമ കിയതി. ന കേ ലോകേ ന കേ ലോകേ അസ്മിന്നനിശം അയി, അസ്മിന്നനിശമയി. അവിടെ ലോകേ അസ്മിൻ, ലോകേസ്മിൻ ആവും. അപ്പോൾ ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത. അവിടെ ഭി എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കുക. ശോകാഭിരഹിത, ആ വിസർഗം ലോപിച്ചു പോകും. ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത ഭവത് ഭക്താ.
ഭ, രണ്ട് ഭകാരവും ശ്രദ്ധിക്കുക. പിന്നെ ക്ത, കീത്ത് ആ, ഭവത് ഭക്ത, ആ വിസർഗം ലോപിച്ചു വരികയാണ്. മുക്ത. പിന്നെ സുഖ, അവിടെ ഖ അധികരാണ്. സുഖ ഗതിം അസക്ത, സുഖ ഗതിം അസക്ത. വിദധതേ, വി ദ, ധ എന്നുള്ളത് ഘോഷാക്ഷരം. വിദധതേ സുഖഗതിമസക്ത വിദധതേ. ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്ത വിദധതേ. അപ്പൊ ഇവിടെ അർത്ഥം നോക്കാം. തേ കൃപാ ജാതാ ചേത്. തേ കൃപ, തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, നിന്റെ. കൃപ, കൃപ അറിയാലോ, ദയ. അപ്പോ നിന്റെ കൃപ, അങ്ങയുടെ കൃപ, ജാതാ ചേത് ഉണ്ടായി എങ്കിൽ, അതായത് ഭഗവാന് കൃപ ഉണ്ടായി എങ്കിൽ തനുഭൃതാം കിം ഇവ നഹി ലഭ്യം. അങ്ങനെയാണെങ്കിൽ തനുഭൃതാം, തനുഭൃത്തുക്കൾക്ക്, തനുഭൃത്ത്, തനു എന്ന് പറഞ്ഞ ശരീരം, ശരീരം ഉള്ള ആൾക്കാർക്ക്, തനുവിനെ ധരിച്ചവർക്ക് എന്നർത്ഥം. തനുവിനെ ധരിച്ച എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക തരാണ്. ഈ ആത്മാവ് അതിനെ പറ്റിയാണല്ലോ പറയുന്നതൊക്കെ. ആ ആത്മാവ് ഒരു ശരീരത്തെ താങ്ങി നിർത്തുന്നുണ്ട് എങ്കിൽ എന്നർത്ഥം. അപ്പൊ ദേഹികൾ എന്നർത്ഥം, ജീവാത്മാക്കൾ എന്നർത്ഥം. അപ്പൊ ദേഹികൾ എന്നർത്ഥം, ദേഹികൾ, ദേഹമുള്ളവർ. ആ ദേഹികള്, അവരെ സംബന്ധിച്ച് തനുഭൃതാം, ദേഹികൾക്ക് കിം ഇവ നഹി ലഭ്യം, അവർക്ക് എന്താണ് കിട്ടാത്തത് എന്നാണ്. അപ്പൊ ഭഗവാന്റെ കൃപ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ, അവർക്ക് എന്താണ് കിട്ടാത്തത് എന്ന് ചോദിക്കുമ്പോ അവർക്ക് കിട്ടാത്തതൊന്നുമില്ല എന്നാണ് അർത്ഥം. അവർക്ക് കിട്ടാത്തത് എന്താണുള്ളത്? എല്ലാം കിട്ടും എന്നർത്ഥം. ഒരു നേരെ വിപരീതമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അങ്ങയുടെ കാരുണ്യം ഉണ്ടായി കഴിഞ്ഞാൽ ദേഹികൾക്ക് എന്താണ് കിട്ടാത്തത് എന്നുള്ള ചോദ്യം വരുമ്പോ കിട്ടാത്തതൊന്നുമില്ല എന്നാണ് ഉത്തരം. എല്ലാം കിട്ടും എന്ന് തന്നെയാണ്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. മദീയ ക്ലേശൗഘ പ്രശമന ദശാനാമ കിയതി. ക്ലേശം, ഔഘം, ക്ലേശങ്ങളുടെ ഔഘം, ക്ലേശങ്ങളുടെ കൂട്ടം. മദീയ ക്ലേശൗഘം, മദീയം എന്ന് പറഞ്ഞാൽ എന്റേതായിട്ടുള്ള, മത് ഇയം, മദീയം, എന്റേതായിട്ടുള്ള ക്ലേശൗഘം, ക്ലേശങ്ങൾ എന്നർത്ഥം. ക്ലേശങ്ങള്, ആ ക്ലേശങ്ങള് പ്രശമനം, അതിനെ പ്രശമനം ചെയ്യുക, ഇല്ലാണ്ടാക്കുക. പ്രകർഷേണ ശമനം ചെയ്യുക, ഇല്ലാണ്ടാക്കുക എന്നത് പ്രശമന ദശാ നാമ കിയതി, അത് വളരെ എളുപ്പല്ലേ. എൻ്റെ അങ്ങയുടെ കാരുണ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ദേഹികൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് പിന്നെ ഉടനെ പറയാണ്, എൻ്റെ ക്ലേശങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അയ്യി, അല്ലയോ എന്ന് ഭഗവാനെ വിളിക്കുകയാണ്. അയ്യി അസ്മിൻ ലോകേ, അയ്യി അല്ലയോ, അസ്മിൻ ലോകേ ഈ ലോകത്ത്, ഈ ലോകത്തിൽ, കേ കേ ഭവദ്ഭക്താ, ഈ ലോകത്ത് കേ കേ, കേ കേ ആരൊക്കെയാണ്, ഭവദ്ഭക്ത ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഉള്ളത്. അപ്പോ ഭഗവാന്റെ ഏതൊക്കെ ഭക്തന്മാരാണ്, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആരൊക്കെയാണ്, ഏതേത് ഭക്തന്മാരാണ്, അനിശം ശോകാഭിരഹിതാ, അനിശം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എല്ലാ സമയത്തും ഒരു ദുഃഖവുമില്ലാതെ, ശോക അഭിരഹിതന്മാര്, ശോകങ്ങള് ഇല്ലാത്തവരായിട്ട്,
ശോകങ്ങളിൽ നിന്നും അഭിരഹിതന്മാരായിട്ട് ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവര് മുക്താ, അവര് മുക്തന്മാരായി മാറും. മുക്തന്മാര് എന്ന് പറഞ്ഞാൽ മോക്ഷത്തെ, ജീവൻ മുക്തന്മാര് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ജീവനുണ്ട് എങ്കിലും ആ ജീവിക്കുന്ന അതിൽ നിന്നും മോചനം കിട്ടിയവരെ ആയിട്ട് മാറും. അങ്ങനെ ജീവൻ മുക്തന്മാരായിട്ട് അസക്തന്മാരായിട്ട്, അസക്തന്മാര് എന്ന് പറഞ്ഞാൽ ആസക്തി ഇല്ലാത്തവരാണ് അസക്തന്മാര്. ആസക്തി ഇല്ലാത്തവരായിട്ട്, ഒന്നിലും താല്പര്യമില്ലാത്തവരായിട്ട് സുഖഗതിം ന വിദധത്തെ സുഖഗതിം ന വിദധത്തെ. അങ്ങനെ ഏത് ഭക്തന്മാരാണ് സുഖഗതിയെ, ഒന്നിലും താല്പര്യമില്ലാത്ത സുഖഗതിയെ, സുഖമായിട്ടുള്ള ഗതി, സ്വൈരസഞ്ചാരം എന്നർത്ഥം, ആ സ്വൈരസഞ്ചാരത്തെ ചെയ്യുന്നില്ല. ഈ പറഞ്ഞത് നേരെ വിപരീതാർത്ഥം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മുക്തന്മാരായിട്ട് മാറും. അവരസക്തന്മാരായിട്ട് മാറും, ആസക്തി ഇല്ലാത്തവരായിട്ട് മാറും. എന്നിട്ട് സുഖഗതിയെ പ്രാപിക്കും എന്നാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ രോഗം മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. ഏതൊരു ഭഗവാൻ ഭക്തന്മാർ മുഴുവൻ അവസാനം ജീവൻ മുക്തന്മാരായിട്ട്, ആസക്തിയില്ലാത്തവരായിട്ട് ലോകത്തില് സ്വൈരസഞ്ചാരം സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ അല്ലാത്തവരാരെങ്കിലും ഉണ്ടോ, സ്വൈരസഞ്ചാരം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശാനാമ കിയതി നകേകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. അപ്പൊ ഇവിടെ ഭഗവാന്റെ എല്ലാ ഭക്തന്മാരും സ്വൈരസഞ്ചാരം ചെയ്യുന്നവരാണ്. അപ്പൊ എനിക്ക് അങ്ങനെ സാധിക്കുന്നില്ല. ഭഗവാന്റെ ഭക്തന്മാർ മുഴുവൻ സ്വൈരസഞ്ചാരം നടത്തുന്ന ആൾക്കാരാണ്, പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ഖേദമുണ്ട്. എൻ്റെ രോഗങ്ങള് തീർത്തു തരണം, അതിനുള്ള അനുഗ്രഹം, അതിനുള്ള കാരുണ്യം എന്നോട് കാണിക്കണം എന്നൊരു പ്രാർത്ഥനയാണ് ഇതില് ശരിക്കും ഉള്ളത്. ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അത് എനിക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള എനിക്കും അതുപോലെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഈ രോഗം മാറാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ആ കാരുണ്യം ഒന്ന് ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് ഇതിൽ ഉള്ളത്. അപ്പോ നമ്മള് 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു മൂന്നാമത്തെ ദശകത്തിലെ. ഇനി മൂന്നാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. മുനിപ്രൗഢാ രൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയാ ഭവത് പാദാംഭോജസ്മരണ വിരുജ നാരദമുഖാ ചരന്തി ഈശാ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിം അപരം. മുനിപ്രൗഢാ രൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയാ ഭവത് പാദാംഭോജസ്മരണ വിരുജ നാരദമുഖാ ചരന്തി ഈശാ സ്വൈരം സതത
പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന കിം അപരം. ഇനിയാണ് പദങ്ങളൊക്കെ മുറിക്കുക. ഇത് കുറച്ചൊരു ചില പദങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട പദങ്ങളുണ്ട്. മുനി, പ്രൗ, ഢാ. ഢാ എന്നുള്ള പദം അത് ഘോഷാക്ഷരാണ്. പ്രൗഢ. ഠ ഡ കഴിഞ്ഞിട്ട് വരുന്ന ഢായാണ്. മുനി പ്രൗഢ. അത് ഡ എന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. മുനി പ്രൗഢ. അത് തന്നെയാണ് അടുത്ത ഇതിലും ആ അക്ഷരം തന്നെയാ വരുന്നത്. രൂഢ. ജഗതി ഖലു. അവിടെ ഖ എന്നുള്ളത് അധികരാണ്. ഗൂഢ ആത്മഗതയ. ഗൂഢ അവിടെയും ഢ എന്നുള്ള അക്ഷരം വന്നു. ഗൂഢാത്മ ഗൂഢാത്മ ഗതയ. അത് ഗതയോ എന്നാവുകയാണ് ശ്ലോകത്തില്. പിന്നെ ഭ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ഭവത്ത്. ഭവത്ത് പാദാംഭോജ. അവിടെ ഭോ എന്നുള്ളത് ഘോഷാക്ഷരാണ്. ഭവത് പാദാംഭോജ സ്മരണ വിരുജ. ഭവത് പാദാംഭോജ സ്മരണ വിരുജ. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ. മുനിപ്രൗഢാരൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയോ. ഭവത് പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാ. ഭവത് പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാ. ചരന്തി ഈശ. അത് കൂടി വരുമ്പോൾ ചരന്തീശ എന്നാവും. സ്വൈരം സ്വ. സ് വ് കഴിഞ്ഞാല് ഐ. സ്വൈരം. സ്വൈരം സതത. പരിനിർഭാത. ഭ ഘോഷാക്ഷരാണ്. പരിനിർഭാത. സതത പരിനിർഭാത. പരചിത്ത്. പരചിത്ത്. പരചിത്ത് സദാനന്ദാദ്വൈത. സദാ ആനന്ദ. സദാനന്ദ അദ്വൈത. സദാനന്ദാദ്വൈത. പ്രസര. പ്രസര. സദാനന്ദാദ്വൈത പ്രസര. പ്ര എന്ന് ചൊല്ലണം. പ്രസര. പരിമഗ്ന. പരിമഗ്ന വിസർഗോ. പരിമഗ്ന. കിം അപരം. കിം അപരം. അപ്പൊ ഇവിടെ സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. ശരിക്ക് അവിടെ 3ഉം 4ഉം വരികള് അതിൽ കുറെ ഒരുമിച്ച് തന്നെ ചൊല്ലണം. ചരന്തീശ സ്വൈരം എന്ന് കഴിഞ്ഞാൽ പിന്നെ സതത പരിനിർഭാത പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന എന്ന് വരെ ഒരുമിച്ച് ചെല്ലേണ്ട പദങ്ങളാണ്, ചെല്ലേണ്ടതാണ്. ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. അപ്പൊ ഇനി അന്വയനുസരിച്ച് അർത്ഥം നോക്കാം. ഈശ എന്ന് വിളിക്കുകയാണ്. ഈശ, ഈശ്വര, സർവേശ്വര എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യുമല്ലോ. ഈശ. ഗൂഢാത്മകതയ. ഗൂഢ ആത്മകതയ. ഗൂഢമായിട്ട്. ഗൂഢം എന്ന് പറഞ്ഞാൽ നിഗൂഢം എന്നൊക്കെ നമുക്കറിയാം. അത് തന്നെയാണ് ഗൂഢം. നീ ഒഴിവാക്കി കഴിഞ്ഞാൽ ഗൂഢം. നിഗൂഢം. നിഗൂഢം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ്. നിഗൂഢമായിട്ട് ഉള്ള. ആത്മഗതയ. ആത്മഗതി സംഭവിച്ചവര്.
നിഗൂഢമായിട്ട് ആത്മഗതി ഉള്ള ആൾക്കാര്. ആത്മഗതി എന്ന് പറഞ്ഞാല് ആത്മാവിലേക്ക് മടങ്ങാൻ പറ്റുന്ന അവസ്ഥ. ആ ജീവാത്മാക്കൾക്ക് പരമാത്മാവുമായിട്ട് ഒരു താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥ, അതാണ് ആത്മഗതി എന്നൊക്കെ പറഞ്ഞാൽ. അത് നിഗൂഢമായിട്ട് ആത്മഗതിയുള്ളവര്. അവർക്ക് ആത്മഗതി ഉണ്ട് എന്നുള്ളത് നിഗൂഢമാണ്. അതെല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളുന്നില്ല. അങ്ങനെ പരസ്യമായിട്ട് ഇവര് നിഗൂഢന്മാരാണ്, ആത്മഗതിയുള്ളവരാണ് എന്നൊന്നും ഇല്ല. അവർക്ക് ആത്മഗതി ഉണ്ട്, പക്ഷെ അത് നിഗൂഢമാണ്. അവർക്ക് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല. ആരെ പറ്റിയാണ് പറയുന്നത് എന്നൊക്കെ ഇനി നമുക്ക് പറയാം. നിഗൂഢമായിട്ട് ആത്മഗതിയുള്ളവര്, ഗൂഢാത്മകതയാ. പിന്നെയോ ഭവത്പാദാംഭോജ സ്മരണ വിരുജ. ഭവത്പാദ അംഭോജ സ്മരണ വിരുജ. ഭവത്ത് എന്ന് പറഞ്ഞാൽ ഭവാന്റെ, പാദമാകുന്ന അംഭോജം, പാദാംഭോജം, ഭഗവാന്റെ പാദാരവിന്ദങ്ങള്, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരണ, സ്മരിക്കുന്നവര് ആയിട്ട്, സ്മരിച്ചിട്ട് വിരുജ, വിരുക്കുകളായിട്ട്. വിരുക്ക്, രുക്ക് എന്ന് പറഞ്ഞ രോഗമാണ്, അതാണ് വിരുജ. വിരുക്കുകൾ, അതാണ് വിരുജ. രുക്കുകൾ എന്ന് പറഞ്ഞാൽ രോഗമുള്ളവര്. വിരുക്കുകൾ എന്ന് പറയുമ്പം രോഗമില്ലാത്തവര്. വിഗത രുക്കുകളാണ് വിരുക്കുകൾ. രുക്ക് എന്ന് പറഞ്ഞാൽ രോഗം, അതിന്റെ വിപരീതമാണ് വിരുക്ക്, രോഗമില്ലാത്തവർ എന്നർത്ഥം. അപ്പൊ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ സ്മരിച്ചിട്ട് രോഗമില്ലാത്തവരായിട്ട് മാറിയ എന്നർത്ഥം. ഭവത് പാദാംഭോജ സ്മരണ വിരുജ. ആരാണ് അങ്ങനെ സംഭവിച്ച ആൾക്കാരുള്ളത്? നാരദമുഖാ, നാരദമുഖന്മാര്. നാരദൻ, മുഖന്മാര്. നാരദൻ തുടങ്ങിയവർ എന്നുള്ള, മുഖം എന്നുള്ളതിന് തുടങ്ങിയവർ എന്നൊരർത്ഥവും കൂടി ഉണ്ട്. പ്രമുഖന്മാർ എന്നൊക്കെ പറയില്ലേ, അത് പ്രമുഖന്മാരാണ്. പ്രമുഖന്മാരായിട്ടുള്ളവർ പ്രമുഖന്മാരാണ്. തുടങ്ങിയ എന്നൊരർത്ഥം. അപ്പൊ നാരദര് തുടങ്ങിയ മുനിമാര്, മഹർഷിമാര്, അവരാണ് ഈ വിഷയങ്ങളൊക്കെ ചെയ്തവര്. എങ്ങനെ? ഭഗവാനെ സ്മരിച്ചിട്ട് ആത്മഗതി ഉണ്ടായിട്ട്, ഗൂഢമായിട്ട് ആത്മഗതി ഉണ്ടായിട്ട് ആ രോഗങ്ങളൊക്കെ നശിച്ചവര് നാരദൻ തുടങ്ങിയ ആൾക്കാരാണ്. അവരൊക്കെ എന്താണ്? അവര് ജഗതി രൂഢാഖലു. ആ മുഖന്മാരായിട്ടുള്ള മുനിപ്രൗഢന്മാര്, പ്രൗഢന്മാരായിട്ടുള്ള മുനിമാര്, മഹർഷീശ്വരന്മാര് എന്നൊക്കെ പറയാം. അവര് ജഗതി രൂഢാഖലു. ജഗതി എന്ന് പറയുമ്പോൾ ജഗത്തിങ്കൽ, ജഗത്തിൽ. ജഗതി എന്ന് പറയുമ്പോൾ ജഗത്ത് എന്നുള്ളതിന്റെ സപ്തമിയാണ്. അപ്പൊ ജഗതി, ജഗത്തിങ്കൽ, ജഗതി രൂഢാഖലു, രൂഢന്മാരാണല്ലോ, പ്രസിദ്ധന്മാരാണല്ലോ എന്നർത്ഥം. ഈ നാരദര് തുടങ്ങിയ മുനിമാര് ഇങ്ങനെയുള്ളവരാണ് എന്ന് പ്രസിദ്ധമാണല്ലോ എന്നർത്ഥം. തേ സതത പരിനിർഭാത പരജിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാ. അങ്ങയുടെ തേ, സതതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, പരിനിർഭാത, പരി എന്ന് പറഞ്ഞാൽ ചുറ്റും, നിർഭാത വിശേഷമായിട്ട് ഭാതം, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന, പുറത്തേക്ക് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പരിനിർഭാത, പരചിത്ത്, പരമായിരിക്കുന്ന ചിത് സദാനന്ദം, പരചിത് സദാനന്ദ. അതായത് അഖണ്ഡ. പരചിത്ത് എന്ന് പറയുമ്പോൾ അതിന് പരചിത് സദാനന്ദ, ഒരിക്കലും അവിടെ ഒരു ഭംഗം ഇല്ല. അഖണ്ഡമായിട്ട്, തുടർച്ചയായിട്ട് അഖണ്ഡമായിട്ടുള്ള ആ സച്ചിദാനന്ദം, സച്ചിദാനന്ദമാകുന്ന സച്ചിദാനന്ദ അദ്വൈതം. അദ്വൈതം, ആ ഞാൻ ഈശ്വരൻ അങ്ങനെ രണ്ടല്ല എന്നുള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാലാണ്. ഇപ്പൊ രണ്ട് എന്നുള്ള ഭാവം അല്ല, അദ്വൈതമായിട്ടുള്ള ഭാവത്തില് പ്രസര പരിമഗ്ന, അങ്ങനെ ഉള്ള ആ സച്ചിദാനന്ദത്തില് മുഴുകിയിട്ട് സ്വൈരസഞ്ചാരം നടത്തുന്നവർ ആരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെ നടത്തുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമാണ് നാരദമുഖ എന്ന് പറഞ്ഞത്. ആ നാരദൻ തുടങ്ങിയ ഇതേപോലെയുള്ള ആൾക്കാര് എന്നർത്ഥം.
അവര് പരിമഗ്ന സ്വൈരം ചരന്തി, അവരങ്ങനെ സ്വൈരമായിട്ട് ചരിക്കുന്നുണ്ടല്ലോ, സഞ്ചരിക്കുന്നുണ്ടല്ലോ. അപരം കിം, അപരം കിം, അപരമായിട്ട് എന്താണ് ആവശ്യമുള്ളത്? ഇതല്ലാണ്ട് വേറെ എന്താ വേണ്ടത് എന്നൊരു ചോദ്യമാണ്. മറ്റെന്ത് വേണം? അപ്പൊ ഇവിടെ ഈ വളരെയധികം കർമ്മങ്ങളൊക്കെ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും ആ മനസ്സിനൊരു തെളിവ് കിട്ടാത്ത ഒരാളായിരുന്നു വേദവ്യാസൻ. ആ വേദവ്യാസന്റെ മുമ്പില് നാരദര് മുമ്പ് പോയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എന്നിട്ട് ഈ തക്ഷകൻ ഇങ്ങനെ കടിച്ചു മരിക്കുന്നു. അവിടെ പരീക്ഷത്തിന്റെ മുമ്പിൽ ശ്രീശുകൻ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആത്മഗതി എന്ന് പറഞ്ഞാല് ദേഹം കൊണ്ടുള്ള സഞ്ചാരം, മനസ്സുകൊണ്ടുള്ള സഞ്ചാരം, ജ്ഞാനം, തേജസ് എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ ശ്രീശുകൻ, നാരദമുനി, ഇവരുടെയൊക്കെ സഞ്ചാരങ്ങള്, കാരണം അവരെപ്പോഴാണ് എവിടെയാണ് എത്തിപ്പെടുക എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പൊ ഈ പരീക്ഷത്തിന്റെ മുമ്പില് ശ്രീശുക ബ്രഹ്മർഷി എത്തിയത് അതേപോലെയാണ്. അപ്രതീക്ഷിതാണ്. ശ്രീശുക ബ്രഹ്മർഷി വരണം എന്ന് പറഞ്ഞിട്ട് വന്നതല്ല, അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ്. അതാണ് അങ്ങനെ പറയാൻ കാരണം. അവരുടെയൊക്കെ സഞ്ചാരങ്ങളൊക്കെ നിഗൂഢമാണ്, ആരും അറിയില്ല. എന്നിട്ട് അവര് അവിടെയൊക്കെ അവരുടെ ശക്തി കൊണ്ടൊക്കെ അവിടെ എത്തിയിട്ട് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അതാണ് പറഞ്ഞത്. അവരുടെ സഞ്ചാരങ്ങളൊക്കെ ഗൂഢമാണ്, മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. പിന്നെ മഹാവിഷ്ണുവിന്റെ, ഈ നാരദര മുനിക്ക് ഒക്കെ ഉണ്ട്, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അകത്തും പുറത്തും 3 ലോകങ്ങളിലും ഒക്കെ ഒരു വ്രതഭംഗവും ഇല്ലാതെ സഞ്ചരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാരദമുനി പറയുന്നുണ്ട്. ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാമടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ വൃതസ്ത്രീ ബാലൈരവധൂതവേഷം. ഈ ശ്രീശുക ബ്രഹ്മർഷിയൊക്കെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നയാളാണ്. ഈ വ്യാസമുനി പോലും പറഞ്ഞിട്ടുണ്ട് ഈ ശ്രീശുക ബ്രഹ്മർഷിയെ പറ്റിയിട്ട്. ഈ ഭൂമി മുഴുവൻ ചുറ്റി നടക്കുന്ന വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുകൻ ഇവിടെ എത്തിച്ചേർന്നു. എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് ആർക്കും അറിയില്ല, കാരണം ആർക്കും അറിയാനായില്ല. ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെ കൂടെ കുറെ ആൾക്കാരുണ്ടാവും, ബാലന്മാര്, സ്ത്രീകളൊക്കെ ഉണ്ടാവും കൂടെ. ഇങ്ങനെ വരുന്ന കാണുമ്പോൾ കൂടെ സഞ്ചരിക്കും അവരും, കാരണം ആ തേജസ് കൊണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആധ്യാത്മികമായിട്ടുള്ള പല പല ദുഃഖങ്ങൾ ഉണ്ടല്ലോ. അല്ല, ആധ്യാത്മികമായ ദുഃഖം എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ, അതിൻ്റെയൊക്കെ ചികിത്സയാണ് ശരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ഭക്തി എന്ന് പറയുന്നത് ഈ രോഗങ്ങള് വരുമ്പോൾ അതിനുണ്ടാവുന്ന ക്ലേശങ്ങള്, അതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഈ ഭക്തി സഹായിക്കും. ആ നാരദര് തുടങ്ങിയ മുനിമാർക്കൊക്കെ ഉള്ളതുപോലെ എനിക്കും ഈ ഭക്തി വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ ഒരു ശ്ലോകം. ഈ ശ്ലോകം എന്നല്ല, ഇത്രയും ഈ ഭാഗങ്ങൾ എന്നൊക്കെ അർത്ഥം പറയാം. മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. അപ്പോ ഇന്ന് നമുക്ക് തൽക്കാലം ഈ 4 ശ്ലോകങ്ങളിൽ നിർത്താം. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് പറയാം എന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് നമ്മൾ ചൊല്ലിയ ആ 4 ശ്ലോകങ്ങൾ
എന്നൊന്ന് ചൊല്ലി നോക്കാം. നാരായണീയത്തിലെ 3-ാം ദശകത്തിലെ ഭക്തി പ്രാർത്ഥന എന്നത് സാധാരണ ചൊല്ലുന്ന സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് നാരായണീയം, ശ്രീമന് നാരായണീയം എന്നാണ് പറയുക പൊതുവെ. നാരായണീയം എന്ന് വെറുതെ അങ്ങ് പറയാറില്ല. ശ്രീമന് നാരായണീയം 3-ാമത്തെ ദശകം. പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂനഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേപ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ ഗുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ കൃപാതേ ജാതാ ചേത് കിമിവ നഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘ പ്രശമന ദശാനാമ കിയതി നകേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിതാ ഭവദ്ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ മുനിപ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണ വിരുജോ നാരദമുഖാ ചരന്തീശസ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്നാ കിമപരം. അപ്പൊ ഇത്രയും 4 ശ്ലോകങ്ങളാണ് നമുക്കിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ശുഭദിനം. ഇനി